ഹായ് ഹായ് ഹലോ ഗൈസ്. ഞാൻ എന്താ എൻ്റെ പുതിയ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ്. അത് നൈറ്റ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 7 മണിക്കാണ് ഡ്യൂട്ടി സമയം. 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. 7 മണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് 7 മണിക്ക് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. 12 മണിക്കൂർ ഷിഫ്റ്റാണ്. കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്. ഇപ്പോൾ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ നല്ല ടെൻഷനുണ്ട്. രക്ഷയില്ല. പേടിച്ചിരണ്ടാണ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിക്കണം. അപ്പോൾ എൻ്റെ ബസ് സ്റ്റോപ്പാണിത്. കണ്ട കുറേ ആൾക്കാർ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ ബസ്സാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നും ബസ്സിൽ ഏതൊക്കെ ബസ്സിൽ കയറി നമ്മൾ ഇവിടേക്ക് ഇറങ്ങാമെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ നമ്മുടെ ജേണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓറിയൻറ്റേഷനാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യിക്കില്ലായിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ, കുറച്ച് കാര്യങ്ങൾ എന്താ അവർ പറഞ്ഞുതരും. കുറച്ച് റൈറ്റിങ്സ് എഴുതി വാങ്ങാനുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പോവല്ലേ കെയർ ഹോമിലോട്ട്. ഫസ്റ്റ് എല്ലാ നഴ്സസും ഓർത്തോണം കേട്ടോ. കെയർ ഹോം ഡ്യൂട്ടിക്ക് വരുമ്പോൾ വൈറ്റ് ടീഷർട്ട്, ഒരു ബ്ലാക്ക് പാൻറ്റ്, വൈറ്റ് ഷൂസ്, പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇത്രയും മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തൊപ്പിയും കണ്ണടയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണും പോകും. യൂറേസ് കൂടുതലാണ് ഇവിടുത്തെ ലൈറ്റിന്. അപ്പോൾ തൊപ്പിയും വേണം, കണ്ണടയും വേണം. അപ്പോൾ ഗൈസ് നമ്മൾ പോവല്ലേ, അടിച്ചു പൊളിക്കണ്ടേ. വൈകുന്നേരത്തെ അസ്തമയ സൂര്യനെ കണ്ടുള്ള യാത്ര അത് രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയല്ലേ, നമുക്കെല്ലാം പ്രതീക്ഷകളല്ലേ ജീവിതത്തിൽ. രക്ഷപ്പെടാനുള്ളതും എത്ര നാളുകൊണ്ട് ഞാൻ തന്നെ റൂമിലിരുന്ന് അടഞ്ഞിരുന്നു. ക്ലാസ് ഉണ്ടെങ്കിൽ പോലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഒന്നും ആവാതിരിക്കുന്ന വിഷമവും അതൊക്കെ ഒരു വലിയ ഇതാണ്. അതിൽ നിന്നൊരു മോചനമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര. അപ്പം നമ്മൾ ഇതാ സ്ലീമ ഫെറിസിലെത്തിയിട്ടുണ്ട്. ഒരു വമ്പൻ സിറ്റി ആയിട്ടോ ഇത്. സ്ലീമ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്കിവിടെ ഒരു സ്ഥലവും അറിയില്ല. അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഈ സ്ലീമ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബസ്സിൽ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റോപ്പ് എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോൾ. അപ്പോൾ ഞാൻ മാത്രമായിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും ഡ്രൈവർ നമ്മുടെ മലയാളി ചേട്ടനായിട്ട്. എനിക്കറിയില്ല, ആളുടെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ പുതിയതാണ്. പക്ഷേ പുള്ളിക്കാരനല്ല പുതിയത്, ഞാനാ പുതിയത്. പക്ഷേ ഞാൻ കണ്ട ലുക്ക് കണ്ടപ്പോൾ മലയാളിയാണെന്ന് ചേട്ടൻ ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടാ കെയർ ഹോം എങ്ങോട്ടാന്ന് ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ തന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് വലതോട്ട് നടന്ന് അങ്ങ് പോയാൽ മതി എന്ന് എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഭയങ്കര ഹെൽപ്പ്. അതാ ഞാൻ പറഞ്ഞു, മലയാളികൾ എവിടെ പോയാലും നമുക്ക് ഭയങ്കര അസറ്റാണ്. അപ്പോൾ നമ്മുടെ എന്താ സ്ലീമ എന്ന് പറയുന്ന സ്ലീമ ഫെറീസിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണും. ഇതൊരു ജംഗ്ഷനാണേ. അതാ നമ്മുടെ ബസ്, നമ്മൾ വന്ന ബസ്സാണ്. ശരിക്കും അവിടെ നിന്ന് ഇവിടെ വരെ സ്ലീമ വരെ എത്താൻ വേണ്ടി 45 മിനിറ്റ് യാത്രയുണ്ട്. AC ബസ് ആയതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടില്ലാത്ത യാത്രയുണ്ടും യാത്രാ ക്ഷീണം അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. കണ്ടോ, ഇതാണ് സ്ലീമ ഫെറീസ്. ഇവിടെ ഒത്തിരി ബോട്ടുകളൊക്കെ അടുക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണെന്നാണ് തോന്നുന്നത്. ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിയെടുത്ത് ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് വീഡിയോയിലടുത്ത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വരാനുണ്ട്. അപ്പോൾ ആളെ തിരക്കി ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങോട്ട് പോണ വഴിക്ക് അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഇതാ നടന്ന് ഇതേ ഇത്ര ദൂരം ഉണ്ടെന്ന് അറിയാം നടക്കാൻ. അവിടെ നിന്ന് അയ്യോ പണ്ടാരോടെ കേട്ടോ നടന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ഇതാണ് എൻ്റെ കെയർ ഹോം. ഒത്തിരി മലയാളികളുള്ള കെയർ ഹോമാണിത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാസാമരിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്ത് വിശേഷങ്ങളൊക്കെ ഞാൻ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് നാളെ രാവിലെ വീഡിയോ ഇടും. ഓക്കെ. അപ്പോൾ കെയർ ഹോമിനകത്ത് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് പിന്നെ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ നേരം പോവാതെ ദൈവമേ എങ്ങനെയെങ്കിലും നേരം വെളുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ കണം തള്ളിയിരിക്കുന്ന കേട്ടാ. പിന്നെ തിരിച്ച് നേരം വെളുത്ത് ഓടിയെന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടെന്ന് വേണം പറയാം. മുട്ടം പാടിയോ രക്ഷയുണ്ട്. അയ്യോ ദൈവമേ, എത്രയോ ആൾക്കാരെന്നറിയാം അവിടെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അവർ കുറേ നാൾ കഴിയുമ്പോൾ അതൊരു സെറ്റ് ആവുമായിരിക്കും. പക്ഷേ എൻ്റെ ജോലിയുടെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക്, എൻ്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ജോലി എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്ന് നിൽക്കണ അവസ്ഥ കേട്ടോ. പോയ പോലെയല്ല, വളരെ മോശം അവസ്ഥയാണ്. വിചാരിച്ച പോലെ നല്ല ടഫസ്റ്റാണ്. ഒരു രക്ഷയില്ല. പക്ഷേ നമ്മളെപ്പോലെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന ഡ്യൂട്ടിയില്ല. അപ്പം പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് പോവാം എന്ന് വിചാരിച്ചു.